ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ കുറേ ദിവസമായിട്ട് കുളിച്ചിട്ടില്ല ഏട്ടാ. നമുക്കപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നല്ല ചൂടുള്ള കുളിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഒരു മിനിറ്റ്, എന്നെ ആരെ വിളിക്കണ്ടല്ലോ? ഈ നേരത്തെ ഇപ്പോൾ ആരെ വിളിക്കണേ? ഒന്ന് നോക്കി നോക്കാം. ആ, ഇതാ ശിവയല്ലേ? ഇവനിപ്പോൾ എന്തിനാ വിളിക്കണേ? അന്ന് എടുത്ത് നോക്കാം. എടാ ശിവ, എന്താ വിളിച്ചേ? എന്താ കാര്യം? ജാക്കണ്ണാ, അതെ, ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലെയിനാണ്, ഒരു ചെറിയ പ്ലെയിന്. എന്തേ വേണ? പ്ലെയിനാ? ആ, എനിക്കൊരു പ്ലെയിന് വേണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയ പ്ലെയിൻ ആയാലും കുഴപ്പമില്ല. ആണോ? എന്നാൽ ശരി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു മോഡിഫൈഡ് സൂപ്പർ കാർ തായോ. അതിന് പകരമായിട്ട് ഞാൻ ആ പ്ലെയിന് തരാം. അണ്ണൻ ആ കാറും കൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോരെ. മോഡിഫൈഡ് സൂപ്പർ കാറാ? ആ, എന്നാൽ ശരി, ഞാൻ നിനക്ക് കാറൊക്കെ തരാം. നീ എനിക്ക് വേണ്ടിയിട്ടേ പ്ലെയിനൊക്കെ റെഡിയാക്കി വെക്കി. ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ശിവ നമ്മളെ വിളിച്ചേക്കാൻ കേട്ടാ. അവൻ്റെ കയ്യിലേ ഒരു പ്ലെയിൻ ഉണ്ടെന്ന്, ഒരു ചെറിയ പ്ലെയിനാന്ന്. ആ പ്ലെയിന് നമുക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ടേ ആ പ്ലെയിൻ അങ്ങ് മേടിക്കാം. അവൻ പക്ഷേ ഫ്രീ ആയിട്ട് തരില്ല. അതിന് പകരമായിട്ടേ അവന് ഒരു സൂപ്പർ കാർ വേണമെന്ന്, അതും ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ. അതിപ്പോൾ കുഴപ്പമില്ല, നമുക്കവന് ഒരു സൂപ്പർ കാർ വാങ്ങി കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഷോറൂമിലേക്ക് വന്നേക്കാം. ഈ ഷോറൂമിൽ നിന്ന് നമുക്ക് ഒരു പുതിയ കാറങ്ങ് മേടിക്കാം. അതിപ്പോൾ സീനില്ല. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ട്. നമുക്ക് പക്ഷേ ബൈക്കൊന്നും വേണ്ട, കാറ വേണ്ട. ഇവിടെ പിന്നെ ഒരു പോർഷൊക്കെ ഉണ്ട്. പോർഷ നൈസ് കാറാ, അതും ഒരു സൂപ്പർ കാറാ. നമ്മളങ്ങനെ ആ കാറ് പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അതിനെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പോർഷെ. സംഭവം കുഴപ്പമില്ല ഏട്ടാ, നൈസ് കാറാ. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് മോഡിഫൈ ചെയ്യാം. ഇതെന്തത്? മുമ്പിൽ കുറച്ച് ആൾക്കാർ നിൽക്കണ്ടല്ലോ. ഹലോ ചേട്ടന്മാരെ, എന്താ പ്രശ്നം? വഴിന്ന് മാറ്. എടാ ജാക്ക്, നീ ആൾ കൊള്ളാലോ. നീ പുതിയ കാറൊക്കെ മേടിച്ചുല്ലേ? അതെ, തൽക്കാലം ആ കാറ് നമുക്ക് തന്നേക്ക്, എന്നിട്ട് വേഗം സ്ഥലം കേട്ടോ. അത് ശരി, നിങ്ങളപ്പോൾ എൻ്റെ കാറ് അടിച്ചു മാറ്റാൻ നോക്കാണല്ലേ? അതിപ്പോൾ ശരിയാവില്ലല്ലോ. അതെ, നിങ്ങളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, എല്ലാത്തിനും തീർത്തളയാം. നിങ്ങൾക്കറിയില്ല, ഞാനും ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാ. എടാ ജാക്ക്, നീ നിർപ്പണി കാണിക്കണേ? നമ്മളെ അടിക്കാറായില്ലേ? ഇപ്പൊ ശരിയാക്കരാം. നീ തീർന്നുടാ, നീ തീർന്നു. ഓ പിന്നെ, നിങ്ങൾക്കൊപ്പം എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പിടിച്ചോ, ദേ കിടക്കണോ അവിടെ. എൻ്റെ വണ്ടി അടിച്ചു മാറ്റാൻ വന്നേക്കാ. ഇതിപ്പോ എന്താണ്ടേ? പോലീസും ഇങ്ങോട്ടേക്ക് വന്നല്ലോ. എടാ ജാക്കെ, നീ ഇവിടെ ഗുണ്ടായസം കാണിക്കൂലേ? ഇപ്പൊ ശരിയാക്കരാം. അതെ, നമ്മൾ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാ. നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ആര്? ഞാനൊന്നും വരുന്നില്ല, ഒന്ന് പോയടാ അവിടെ നിന്ന്. നിങ്ങൾക്കൊന്നും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേ കിടക്കണോ അവിടെ. അല്ലെങ്കിലും ഞാനെവിടെ ഗുണ്ടായസം കാണിച്ചേ? ഞാൻ വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവായിരുന്നു. ഇവന്മാരാണ് വഴി തടഞ്ഞേ. ഇവിടെ പിന്നെ എനിക്ക് 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഇനിയിപ്പോൾ പോലീസുകാർ എന്നെ വെറുതെ വിടില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനും തീർത്തളയാം. ഒരാളിനെയും ബാക്കി വയ്ക്കണ്ട. ചാവടങ്ങോട്ട് ചാവ്. ഇതിപ്പോൾ എന്താണ്ടായേ? എൻ്റെ താറിനും തീ പിടിച്ചുല്ലോ. ഷേ, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ പോർഷയില്ലേ, അത് മതി. താറ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയേക്കാണ് കേട്ടാ. അറ്റത്ത് ഒരാൾ നിൽക്കണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇയാളെ നമുക്ക് സ്നൈപ്പർ ചോല്ലാം. ഓക്കെ, ഓൾ ക്ലിയർ. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് പോലീസുകാരൊന്നും ഇല്ല, എല്ലാത്തിനും തീർത്തളഞ്ഞു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പോർഷ എടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. എന്നിട്ട് ഈ വണ്ടി പെടയിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഈ വണ്ടിയുടെ കളർ മാറ്റണ്ട കേട്ടാ, റെഡ് കളർ മതി. ഗ്ലാസ് നമുക്ക് ടിൻ്റ് അടിക്കാം, അത് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അലോയ്സ് മാറ്റാം. ഈ അലോയ്സ് കുഴപ്പമില്ല. അലോയ്സിന് നമുക്ക് ഓറഞ്ച് കൊടുക്കാം. ഓറഞ്ച് അലോയ്സും റെഡ് കളർ വണ്ടിയും രണ്ടും മാച്ചിങ് ആണ്.
ഈ ടയറിൻ്റെ സൈസ് കൂട്ടിയാലോ? എങ്ങനെ ഉണ്ടാവും? അത് വേണ്ട, ടയറിൻ്റെ സൈസ് കൂട്ടണ്ട, നോർമൽ തന്നെ മതി. ഇപ്പം നമ്മുടെ വണ്ടി കാണാനേ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൈട്രോ വയ്ക്കാം, എന്നിട്ട് സ്മോക്കിൻ്റെ കളറ് റെഡ് തന്നെ കൊടുക്കാം. തൽക്കാലം ഇതൊക്കെ മതി. ഓക്കെ, നമ്മളങ്ങനെ ഈ വണ്ടി മോഡിഫൈ ചെയ്തു. ഞാൻ പിന്നെ ഈ വണ്ടിയിലെ നൈട്രോയും വെച്ചിട്ടുണ്ടായിരുന്നു. നൈട്രോ വെച്ചോണ്ട് ഈ വണ്ടി നല്ല സ്പീഡിൽ പോവും. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ശിവയ്ക്ക് പിന്നെ റെഡ് കളറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയുടെ കളർ മാറ്റാത്തത്. ആ റെഡ് കളറിലും കുഴപ്പമില്ലട്ടാ, കാണാൻ ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. ശിവ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് വെയർ ഹൗസിൽ കയറാം. ഇവിടെ പിന്നെ 3 വെയർ ഹൗസ് ഉണ്ട്. ശിവ ഏത് വെയർ ഹൗസിലാണാവോ? എന്തുട്ടായാലും ചെന്ന് നോക്കി നോക്കാം. ഈ കാണുന്ന വെയർ ഹൗസിലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടെ ഒരു പ്ലെയിനൊക്കെ ഉണ്ട്. ശിവ അതവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശിവ എനിക്ക് തരാൻ പോണ പ്ലെയിന്. ഗോൾഡൻ പ്ലെയിൻ ആണോ? ഇത് ഗോൾഡ് അല്ല, ഇത് ഓറഞ്ചാ. അല്ല ജാക്കണ്ണ, എവിടെ എൻ്റെ മോഡിഫൈഡ് സൂപ്പർ കാറ്? അതവിടെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒരു മോഡിഫൈഡ് പോർഷയാ. ചെന്ന് നോക്കി നോക്ക്, നിനക്ക് ആ കാർ ഇഷ്ടാവും. ഞാനിപ്പോൾ ഏതായാലും ഈ പ്ലെയിൻ എടുക്കട്ടെ. എനിക്ക് ഈ പ്ലെയിൻ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സംഭവം കുഴപ്പമില്ല കേട്ടാ, നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്ലെയിനെ ടേക്ക് ഓഫ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ പ്ലെയിനെ ടേക്ക് ഓഫ് ചെയ്തേക്കാണ് കേട്ടാ. ഞാൻ പിന്നെ ഈ പ്ലെയിനെ അധികം ഓടിച്ചിട്ടില്ല. എന്തുട്ടായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ പോവാ? മുമ്പിൽ ഇന്ത്യൻ ബാക്ടറിങ് 3D സിറ്റി ഉണ്ട്, അപ്പുറത്ത് ലോസ് ആൻഡോസ് ഉണ്ട്. എങ്ങോട്ടേക്കാ പോവാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ത്യൻ ബാക്ടറിങ് 3D സിറ്റിയിൽ പോവാം. അവിടെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഇന്ത്യൻ ബാക്ടറിങ് 3D സിറ്റിയിൽ വന്നേക്കാ. ഈ പ്ലെയിൻ നമുക്ക് പതുക്കെ ലാൻഡ് ചെയ്യാം കേട്ടാ. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്തു. എനിക്ക് പിന്നെ പ്ലെയിൻ ഓടിച്ചിട്ട് അധികം ശീലമില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ശീലാക്കാം. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഇവിടുത്തെ എയർപോർട്ട് കുഴപ്പമില്ല കേട്ടാ, നൈസായിട്ടുണ്ട്. നേരെ മറിച്ച് എൻ്റെ എയർപോർട്ട് കണ്ടില്ലേ, ഒരു കാര്യമില്ല. ആകെ 3 വെയർ ഹൗസ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ, ഈ പ്ലെയിന് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ആരും അടിച്ചു മാറ്റില്ല എന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.